അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പോലീസ് അവനെ പിടിച്ചോണ്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിന്റെ സത്യാവസ്ഥ തെളിയിക്കണം. അത്രയേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഞാനിവിടെ ഷിംജിത് ചെയ്തില്ല, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ഷിംജിത് ചെയ്യാത്തത് എന്തുകൊണ്ട്? അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയിട്ടുള്ള മൈൻഡ്. അതാണ് നിങ്ങളുടെ ബയാസ്ഡ് ആയ മൈൻഡ്. നിന്റെ ബയാസ്ഡ് ആയ മൈൻഡ് അങ്ങനെ. എന്റെ ബയാസ്ഡ് ആയ മൈൻഡും എന്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ഒന്നോടെ നീ അങ്ങ് ചിന്തിച്ചോ ഇത് റീച്ച് കിട്ടുന്ന നീ എങ്ങനെയാണ് നീ ചിന്തിച്ചോ? അതുപോലെ എനിക്ക് ചിന്തിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ട്. നീ ചിന്തിച്ച പോലെ എനിക്ക് ചിന്തിക്കാൻ അവകാശമുണ്ട്. ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് ചിന്തിച്ചെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്താലും ഇതിനകത്തൊന്നും നടപടിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ പെൺകുട്ടി ഉറപ്പിക്കാൻ പറ്റും. നിനക്കത് തോന്നിയല്ലോ, അല്ല നിനക്ക് തോന്നിയല്ലോ അത് റീച്ചിന് വേണ്ടി. അതെങ്ങനെ റീച്ചിന് വേണ്ടിയാണ് പരാതി കൊടുക്കാതെ പരാതി കൊടുക്കാതെ എന്തുകൊണ്ടാ? പരാതി കൊടുക്കാതെ എന്തുകൊണ്ടാ? നിനക്ക് റീച്ചിന് വേണ്ടിയാ തോന്നിയല്ലോ. അതുപോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നീതി കിട്ടാത്തത് കൊണ്ടാണെന്ന്. നീതി കിട്ടുമെന്ന് ആ പെൺകുട്ടിക്ക് തോന്നിയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്തു? സോഷ്യൽ മീഡിയനെ കോടതിയായിട്ട് കാണാം. ഇവൻ പോയി ആത്മഹത്യ ചെയ്യുന്ന ആ പെണ്ണ് വിചാരിച്ച് കാണത്തില്ല. ഇത് തന്നെയാണ് പോലീസുകാര് കേസങ്ങ് എടുത്ത് മല മറിക്കുമല്ലേ. ഒറ്റപ്പെട്ട കേസിൽ ഇവിടെ കേസ് എടുക്കുന്നുള്ളൂ, ബാക്കി ആർക്കും കേസ് എടുക്കുന്നില്ല. ഇതിൽ പ്രതികരിക്കുന്ന പിള്ളേർ തന്നെ വളരെ കുറവാണ്. ഇപ്പം ബസ്സിൽ എന്തോരം ഇപ്പം പറയുന്നുള്ളൂ നിങ്ങൾ എല്ലായിടത്തും ലൈംഗിക അതിക്രമം നടക്കുന്നുണ്ടെന്ന്. എന്നിട്ട് എത്ര വീഡിയോ വരുന്നുണ്ട്? ആഴ്ചയിൽ ഓരോ വീഡിയോ വെച്ച് വരുന്നുണ്ടോ? അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് വരുന്നുണ്ടോ? എല്ലാ ദിവസവും പണ്ട് സിറ്റി പിന്നുമായിട്ട് കേറിയിരുന്ന സ്ത്രീകളുള്ള നാടാണ് കേരളം. ഞങ്ങൾ എതിർക്കുന്നില്ല അതിനെ. കൃത്യമായിട്ട് ബസ്സുകളില് സ്ത്രീകൾക്ക് പീഡനം നേരിടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനെ ഇതുവരെ നമ്മൾ പക്ഷേ ഈ ഷിംജിതയുടെ ഈ കേസിൽ ഷിംജിതയുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമേ ഇവിടെ അഭിപ്രായമുള്ളൂ. അല്ലാതെ സ്ത്രീകൾ ഇരയാകുന്നതിനോ സ്ത്രീകൾ മുഴുവൻ ബസ്സുകളിൽ പീഡനത്തിൽ ഇരയാകണം എന്ന് ചിന്തിക്കുന്ന ഒരു മണ്ടൻ ചിന്താതിക്കാനല്ല ഞങ്ങൾ ആരും. നിങ്ങൾ ആരും എനിക്കൊന്നുമില്ല. എനിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. കുറെ ആൾക്കാർക്ക് ഈ കുറെ ആൾക്കാർക്ക് ഈ ബസ്സിൽ കയറി പിടിക്കേണ്ടവന്മാരുണ്ടല്ലോ, അവന്മാർക്ക് ഇതൊരു ലൈസൻസ് ആയി. ഇനി പെൺപിള്ളേര് പ്രതികരിക്കൂല, അപ്പൊ നമുക്കിത് കയറി പിടിക്കാം, അങ്ങനെ ലൈസൻസ് ആയി. ഇപ്പം പെൺകുട്ടികൾക്ക് ഈ അക്രമം ഉണ്ടായാലും വളരെ കുറച്ച് മാത്രമേ അതായത് എന്താ പറയാ മുന്നിലേക്ക് അതായത് പുറത്ത് വരുന്നുള്ളൂ. അതായത് എന്തുകൊണ്ടാ സേഫ്റ്റി പിൻ കൊണ്ട് നടക്കേണ്ടി വന്നത്? അത് ആണുങ്ങളെ ഉപദ്രവിക്കുന്നോണ്ടല്ല സേഫ്റ്റി പിൻ കൊണ്ട് നടക്കേണ്ടി വന്നത്. ആണുങ്ങൾ ഉപദ്രവിക്കുമ്പോ പെണ്ണിന്റെ നാവ് പൊന്തരുത്. സേഫ്റ്റി പിൻ വെച്ച് അവനെ കുത്തിക്കോ, എടാ മാറി നിക്കടാ, അങ്ങനെ പറയരുത്. അതുകൊണ്ടാണ് സേഫ്റ്റി പിന്നും കൊണ്ടും ബ്ലേഡും കൊണ്ടും നടക്കേണ്ടി വന്നത്. അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. ഈ ഷിംജിത എന്ന് പറയുന്ന ഒരാൾ വീഡിയോ ഇട്ടുകൊണ്ട് ഒരാൾ മരിക്കേണ്ടി വന്നു. ഇവിടുത്തെ ആണുങ്ങൾക്ക് സ്ത്രീകളോട് നിങ്ങൾ ശബ്ദമുയർത്തി പറയണമെന്ന് ഇവിടുത്തെ പെൺപിള്ളേരോട് പറയാൻ വേണ്ടിയിട്ട് ഒരാൾ മരിക്കേണ്ടി വന്നു. അതാണ് ഇതിൽ നേരത്തെ നിങ്ങൾ പറയുകയാണ് പെൺകുട്ടികളോട് ഉറക്കെ പ്രതികരിക്കുന്ന പെൺകുട്ടികളിലൂടെ ആ ബസ്സിലുള്ള കണ്ടക്ടറും അവിടെയുള്ള ആൾക്കാരും എന്തിന് സ്ത്രീകളും പോലും നിൽക്കാറില്ല കൂടെ. ഈ പുരുഷാധിപത്യത്തിന്റെ അവര് കൂടെ നിന്നിട്ട് 4-5 പേരെ ഇതുപോലെ ഒന്ന് പറഞ്ഞ് വിലക്കുകയാണെങ്കിൽ 4-5 പേരെ ഒരുമിച്ച് കൊണ്ട് പോലീസിൽ കൊണ്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യപരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായേണ്ടി വരുന്നില്ല. സ്ത്രീകളോട് മിണ്ടാതിരുന്ന് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ശബ്ദം പുറത്തു വരരുത്, അത് നിന്റെ കുറ്റമാണ്, നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും കയറി പിടിച്ചാൽ അത് നമ്മുടെ കുറ്റമാണെന്ന് പറഞ്ഞ് നമ്മൾ പേറിക്കൊണ്ട് നടക്കണോണ്ട് ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കാരണമാണ് ഇന്ന് ഈ ദീപകിന്റെ ദാരുണകരമായിട്ടുള്ള ആത്മഹത്യ ഉണ്ടായത്. അതിന് ഷിംജിതയല്ല സോൾ ആയിട്ടുള്ള മൂല കാരണം എന്ന് പറയുന്നതല്ല. മൂല കാരണത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ.